നമസ്കാരം. പാകിസ്ഥാനിൽ ജനങ്ങളുടെ വായടപ്പിക്കാൻ പാക് ഭരണകൂടം നെറികേടിന്റെ മൂർത്തിഭാവങ്ങൾ ഒന്നൊന്നായി പുറത്തെടുക്കുകയാണ്. ജനത്തെ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം കൊല്ലാക്കൊല ചെയ്യുകയാണ് പാക് ഭരണകൂടം. ജനങ്ങളുടെ പ്രതികരണ ശേഷി മുച്ചൂടും നശിപ്പിക്കുന്ന കാഴ്ചയാണ് പാകിസ്ഥാനിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ കാര്യമായ ഇന്റർനെറ്റ് മാന്ദ്യം കാരണം പാകിസ്ഥാനിലെ ആളുകൾ നേരിടുന്ന വെല്ലുവിളികൾ വർദ്ധിക്കുകയാണ് എന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ്. ഇത് വിയോജിപ്പുകളെ അടിച്ചമർത്താനുള്ള സർക്കാരിന്റെ ശ്രമമാണെന്ന് ഡിജിറ്റൽ ഗവേഷകരും വിശകലന വിദഗ്ധരും ഒരേപോലെ അഭിപ്രായപ്പെടുന്നുണ്ട്. പാകിസ്ഥാനിലുടനീളം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്റർനെറ്റ് വേഗത കുറഞ്ഞിരുന്നു. രാജ്യത്തെ ഇന്റർനെറ്റ് നിരീക്ഷിക്കുവാനും നിയന്ത്രിക്കാനും സർക്കാർ ഒരു പുതിയ ഫയർവാൾ പോലെയുള്ള സംവിധാനം രഹസ്യമായി പരീക്ഷിക്കുകയാണെന്ന സംശയം നിരവധി ആളുകൾ ഉയർത്തുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കളെ ബാധിക്കുകയും രാജ്യത്തുടനീളമുള്ള ബിസിനസ്സുകളെ തടസ്സപ്പെടുത്തുകയും ചെയ്ത മാന്ദ്യത്തിൽ പങ്കില്ല എന്ന് സർക്കാർ ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും സംശയങ്ങൾ ശക്തമാണ്, അവർക്കെതിരാണ്. ഇന്റർനെറ്റ് വേഗത സാധാരണ നിരക്കിന്റെ പകുതിയായി കുറഞ്ഞുവെന്ന് റിപ്പോർട്ട് ചെയ്ത ട്രേഡ് ഗ്രൂപ്പുകളെയും ബിസിനസ് ഉടമകളെയും ഉദ്ധരിച്ച വിവിധ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു കാലത്ത് അപ്ലോഡ് ചെയ്യാൻ മിനിറ്റുകൾ എടുത്തിരുന്ന ഫയലുകൾ ഇപ്പോൾ മണിക്കൂറുകൾ എടുക്കുമെന്നാണ് അവർ പറയുന്നത്. ഓൺലൈൻ കോളുകളും വീഡിയോ കോൺഫറൻസിംഗും ഫ്രീസ് ചെയ്ത സ്ക്രീനുകളും കാലതാമസമുള്ള ശബ്ദങ്ങളും ഒക്കെ വലിയ പ്രാധാന്യത്തോടെ വലിയൊരു പ്രശ്നമായി തന്നെ കാണേണ്ടതുണ്ട്. രാജ്യത്തുടനീളമുള്ള സോഫ്റ്റ്വെയർ കമ്പനികളെ പ്രതിനിധീകരിക്കുന്ന പാകിസ്ഥാൻ സോഫ്റ്റ്വെയർ ഹൗസ് അസോസിയേഷൻ തിടുക്കത്തിൽ നടപ്പിലാക്കിയ ദേശീയ ഫയർവാളിന്റെ ഗുരുതര പ്രത്യാഘാതങ്ങളെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. തടസ്സങ്ങൾ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് $300 മില്യൺ വരെ നഷ്ടമുണ്ടാക്കുമെന്ന് മുന്നറിയിപ്പും നൽകിയിരുന്നു. നിലവിലുള്ള പ്രശ്നങ്ങൾ ഓൺലൈൻ ഫ്രീലാൻസിംഗ് പ്ലാറ്റ്ഫോമുകളിൽ പാകിസ്ഥാനെ തരം താഴ്ത്തുന്നതിലേക്ക് നയിച്ചേക്കാമെന്നും ഇത് നവീന വ്യവസായത്തെ നശിപ്പിക്കുമെന്നും പാകിസ്ഥാൻ ഫ്രീലാൻസർ അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സൈബർ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനായി തങ്ങളുടെ സംവിധാനങ്ങൾ നവീകരിക്കുകയാണെന്ന് പാകിസ്ഥാൻ അധികൃതർ നേരത്തെ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും തടസ്സങ്ങൾക്ക് പിന്നിൽ സർക്കാർ നിരീക്ഷണ സാങ്കേതിക വിദ്യയാണെന്ന് ആ ഒരു വസ്തുതയെ അവർ നിഷേധിക്കുന്നുണ്ട്. പകരം നെറ്റ്വർക്കുകളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കുകളുടെ ഉപയോഗത്തെ സർക്കാർ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. ഡിജിറ്റൽ ഗവേഷകരും വിശകലന വിദഗ്ധരും രാജ്യത്തിന്റെ ഡിജിറ്റൽ ഇടം നിയന്ത്രിക്കുവാനുള്ള അധികാരികളുടെ ശ്രമങ്ങളാണ് വേഗത കുറഞ്ഞതിന് കാരണമെന്ന് പറയുന്നുണ്ട്. ഇത് പാകിസ്ഥാന്റെ ഇതിനകം ദുർബലമായ ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും പൗരസ്വാതന്ത്ര്യത്തെയും തടയുമെന്ന് എടുത്തു പറയണം. ചില വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന മുൻ വെബ് മോണിറ്ററിംഗ് സംവിധാനങ്ങളെക്കാൾ വളരെ വിപുലമായ ഒരു ഫയർവാൾ പോലെയുള്ള സംവിധാനം പാകിസ്ഥാൻ അധികാരികൾ വിന്യസിക്കുകയാണെന്നാണ് ഒരു വിഭാഗം ശക്തമായി ആരോപിക്കുന്നത്. വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ, സന്ദേശമയക്കൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുൾപ്പെടെ ഇന്റർനെറ്റിന്റെ ഭാഗങ്ങളിലേക്കുള്ള ആക്സസ് തടയുന്നത് തുടരാൻ ഈ പുതിയ സാങ്കേതിക വിദ്യ സർക്കാരിനെ പ്രാപ്തമാക്കുന്നുണ്ട്. അതേസമയം ഡിജിറ്റൽ ഇടങ്ങൾ നിരീക്ഷിക്കുവാനും നിയന്ത്രിക്കുവാനും സെൻസർ ചെയ്യാനുമുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു. വാട്സപ്പിലെ വോയിസ് നോട്ടുകൾ, ഫോട്ടോകൾ, വീഡിയോകൾ എന്നിവ പോലെയുള്ള മൊബൈൽ ആപ്ലിക്കേഷനുകളുടെ പ്രത്യേക ഘടകങ്ങളെ ടാർഗറ്റ് ചെയ്യാനും തടയാനും അധികാരികളെ അനുവദിക്കുന്നതാണ് പുതിയ സംവിധാനം. അത് എടുത്തു പറയണം. പാകിസ്ഥാന്റെ ഇന്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചറിനായി പുതിയ സാങ്കേതിക വിദ്യ ശരിയായി ക്രമീകരിച്ചിട്ടില്ല എന്ന് ചില അവകാശ ഗ്രൂപ്പുകൾ സംശയിക്കുന്നുണ്ട്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫിന്റെയും അനുകൂലികൾക്കെതിരെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള വിപുലമായ അടിച്ചമർത്തലുകൾക്കിടയിലാണ് ഈ ആരോപണങ്ങളും. അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവർ പറയുന്നതനുസരിച്ച് എതിർകക്ഷികളെ അറസ്റ്റ് ചെയ്യുകയും മാധ്യമപ്രവർത്തകരെ തടവിലിടുകയും അതേപോലെ രാജ്യത്തിന്റെ ഇന്റർനെറ്റ് അടച്ചുപൂട്ടുകയും ചെയ്ത ചരിത്രമാണ് സൈനിക നേതാക്കൾക്കുള്ളത്. ഫെബ്രുവരിയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം എക്സ് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് പാകിസ്ഥാനികൾക്ക് ഇടയ്ക്കിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൈന്യത്തിന്റെ മീഡിയ ആൻഡ് പബ്ലിക് റിലേഷൻസ് വിഭാഗമായ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് സോഷ്യൽ മീഡിയയിലെ സൈനിക വിരുദ്ധ സന്ദേശങ്ങളുടെ കുത്തൊഴുക്കിനെ ചെറുക്കുന്നതിന് സമീപ വർഷങ്ങളിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ തങ്ങളുടെ റാങ്കുകളിലേക്ക് ചേർത്തിട്ടുമുണ്ട്. എന്തായാലും പാകിസ്ഥാൻ എപ്പോഴും ജനങ്ങൾക്കെതിരായിട്ടുള്ള, അതായത് പാക് ഭരണകൂടം ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ ജനാധിപത്യ അവകാശങ്ങളെയും ഒക്കെ ഹനിക്കുന്ന രീതിയിലാണ് എന്നതിൽ തർക്കമില്ല. ഒരു ഭരണകൂടം ഏറ്റവും ആദ്യം ഉറപ്പുവരുത്തേണ്ടത് ജനങ്ങളുടെ ക്ഷേമവും അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ അവകാശ സംരക്ഷണവും ഒക്കെ തന്നെയാണ്. ആ നിലയ്ക്കാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. എന്തായാലും ലോകമൊന്നാകെ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഇത്തരം പ്രവർത്തികളെ ഉറ്റുനോക്കുകയാണ്. ശക്തമായ വിമർശനവും നാലുപാടു നിന്നും ഉണ്ടാകുന്നുമുണ്ട്.